Good morning. ഗുഡ് മോർണിംഗ്. Good morning. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ശ്രീജ മാം ആണ്. മാം പാരന്റിംഗ് കോച്ചാണ്. മാം അങ്കനവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മാമിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. Thank you. Good morning, all. Morning. Good morning. ഒരു ഉഷാർ കുറവുണ്ടോ? മാമിനെ പിന്നെ കൂടുതലായിട്ട് എല്ലാ മോർണിംഗ് സെക്ഷനിലും ഞാൻ കാണാറുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ കാണുമ്പോൾ, റെക്കോർഡ് ക്ലാസ്സുകൾ കാണുമ്പോൾ. എന്തായാലും എൻ്റെ പേര് ശ്രീജ. ഞാൻ മലപ്പുറത്താണ്. അംഗൻവാടി ടീച്ചറാണ്, പാരന്റിങ് ട്രെയിനറാണ്. വിബിൾ അക്കാദമിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ കോഴ്സ് എടുത്ത് ഈ ഒരു രംഗത്തേക്ക് വന്നത്. അത് ഈ ഒരു സമയം വരെ എനിക്ക് ഏറ്റവും നല്ലൊരു പേഴ്സണിനെ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്ന ഒരു വേദിയാണ് ഈ ഒരു വിബിൾ അക്കാദമി. അതിൻ്റെ മാസ്റ്റർ ട്രെയിനർ ഫൈസൽ സാറിന് ഈ ഒരു മോർണിംഗ് സർക്കിൾ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ സച്ചിന കുട്ടി, ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു 4 വഴികളുമായിട്ടാണ്. ഇതിനകത്ത് അത് മാത്രമേ നമുക്ക് ഉൾക്കൊള്ളേണ്ടതുള്ളൂ. നമ്മൾ പലപ്പോഴും ഇതിന്റെ മുന്നേ, കാരണം നമ്മൾ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു സെക്ഷനിലെ ദിവസവും പങ്കെടുക്കാത്തത് കൊണ്ട് മുന്നേയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നില്ല. പലരും സംസാരിച്ചു പോയ കാര്യങ്ങളായിരിക്കാം. എങ്കിലും നമുക്കൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്നും കൂടെ ആവർത്തിച്ചെടുക്കുമ്പോൾ ശരിക്കും വല്ലാത്തൊരു മനസ്സിന് കുറച്ചുകൂടി ശാന്തമാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആ ഒരു ശാന്തമാകൽ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും വേണം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഒരു വിഷയത്തെ എടുക്കാൻ തന്നെ കാര്യം. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. നമ്മുടെയൊക്കെ മനസ്സിൽ അനാവശ്യമായ പല ചിന്തകളും ചോദ്യങ്ങളെല്ലാം പല സമയങ്ങളിൽ ഉയർന്നു വരാറുണ്ട്. നമ്മൾ അത് ചിന്തിക്കണ്ടെന്ന് വിചാരിക്കുമ്പോഴും അതിനെക്കുറിച്ച് തീരെ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാവും പലപ്പോഴും നമ്മളെ ആ ഒരു പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ വിടാൻ ആഗ്രഹിച്ച ചിന്തകളായിരിക്കാം. ഇനി ഒരിക്കലും എൻ്റെ ചിന്തയിലേക്ക് അങ്ങനെ ഒന്ന് കയറി വരരുത് എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാലും നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് ആ ഒരു ചിന്തകളും പല ചോദ്യങ്ങളും നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഉയർന്നു വരും. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും അസ്വസ്ഥമാവാറുണ്ട്. പല കാര്യത്തിലും നമുക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത അവസരങ്ങൾ വരാറുണ്ട്. ഞാനടക്കം, നിങ്ങളടക്കമുള്ള എല്ലാവർക്കും, മനുഷ്യനായ എല്ലാവർക്കും ഇത് സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോ നമ്മളെല്ലാവരും കൃത്യമായി ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിനകത്തേക്ക് നമ്മൾ പലതും കണക്ക് കൂട്ടി വെക്കുമ്പോൾ എന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമുക്കൊക്കെ വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തോ നമ്മൾ അവരെ പോലെ ആവുന്നില്ല എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം
മറ്റുള്ളവരെ മനസ്സ് വായിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമ്മൾ അവരെ വെറുതെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് വെക്കും, അവരെങ്ങനെയാവും ഇങ്ങനെയാവും എന്നുള്ളത്. ഇതിനൊരു കാരണം നമ്മൾ തന്നെയാണ്. ഇപ്പോ നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോൾ, എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്യാൻ എനിക്കിഷ്ടമാണ്, പക്ഷെ നമ്മൾ ആദ്യം കരുതുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ചെയ്യാൻ മറ്റുള്ളവരുടെ ആ ഒരു തോട്ട് നമ്മളെ വല്ലാതെ പിന്നോട്ട് വലിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു സംഗതി നമ്മളെ മനസ്സിനകത്ത് കയറി കൂടി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും. ഒരു മനസ്സിങ്ങനെ വല്ലാതെ ഒരു വിങ്ങിപ്പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ചില കാര്യങ്ങൾ നമ്മളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യലി പ്രോബ്ലം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സ് അസ്വസ്ഥമാക്കുമ്പോൾ, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാതിരിക്കുമ്പോൾ അതിനെ എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും. പല പല കാരണങ്ങളും മനുഷ്യർക്കുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയ ആളുകൾക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. എങ്ങനെ പലതും. അതിനെ നമ്മൾ ചിലപ്പോൾ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി ഇരിക്കുമ്പോഴായിരിക്കും അത് ചില സമയങ്ങൾ സ്റ്റോപ്പ് ആവുക, അല്ലെങ്കിൽ ആ ഒരു സമയം കിട്ടാതെ വരുന്ന, അല്ലെങ്കിൽ വൈദ്യുതി വരുന്ന ഒരു സമയത്ത് നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴി മുട്ടി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി എന്ത് ചെയ്യും, എന്തായിരിക്കും എന്നുള്ള ആ ഒരു അമിത ചിന്ത മനസ്സിലേക്ക് കയറി വരികയും നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വല്ലാതെ ഒരു വീർപ്പുമുട്ടൽ അനുഭവിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാനെന്താ ഇങ്ങനെ, മറ്റുള്ളവരൊക്കെ നല്ല ഹാപ്പി ആണല്ലോ, എനിക്കെന്താ അങ്ങനെ പറ്റാത്ത എന്ന് നമ്മൾ ചിന്തിക്കും. നമുക്ക് പറ്റില്ല എന്ന് നമ്മളടുത്ത് ആരാ പറഞ്ഞത്? നമ്മൾ തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ആരും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം വരുത്തി തീർക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇതോടുകൂടി നമ്മൾ ഭയങ്കരമായിട്ട് വല്ലതൊരവസ്ഥയിലേക്ക് മാറും. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ വലിയ രീതിയിൽ ചിന്തിച്ച് കൂട്ടി ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ കടന്നുപോയ ആളുകൾക്ക് ഇത് പെട്ടെന്ന് ബാധിക്കുകയും മനസ്സ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറും. ഇവിടെ നമ്മൾ എടുക്കേണ്ട വലിയൊരു തീരുമാനം, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കാതെ നമ്മൾ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന, ഇതുവരെ നമ്മൾ മുന്നിൽ കണ്ടിരുന്ന വഴിയിൽ എങ്ങനെയാണോ സഞ്ചരിച്ചത് ആ വഴി തന്നെ മുന്നോട്ട് പോവുക. മനുഷ്യനാണ്, നമുക്ക് എപ്പോഴും ഒരേ രീതിയിൽ നിൽക്കാൻ പറ്റൂല. കാരണം എപ്പോഴും സന്തോഷം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതല്ല ജീവിതം. സന്തോഷവും സങ്കടം എല്ലാം നിറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അതുപോലെ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ മനസ്സിനകത്ത് വല്ലാത്തൊരു പ്രതികാരം, അത് ചെയ്യാനുള്ള ഒരു വാശി ഇങ്ങനെയൊക്കെ കയറി വന്നു പല രീതിയിലും അവര് താഴോട്ട് പോകട്ടെ എന്ന് വരെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ നമുക്ക് സമാധാനമില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ചിന്തകളെ നമ്മൾ സ്വയം വായിക്കുക, എന്നിട്ട് നമ്മൾ അതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് തിരുത്തുക എന്നുള്ളതാണ്. ഒരിക്കൽ ഒരാള് എൻ്റെ മനസ്സിൽ ദൈവം കുടിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അതിന് കാരണം, അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെ കാണാൻ പറ്റും, എങ്ങനെയായിട്ടും എനിക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരം കിട്ടിയത്, നിങ്ങളുടെ മനസ്സിനകത്തുള്ള മാലിന്യങ്ങളെ ആദ്യം നീക്കം ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ദൈവം കുടിയിരിക്കുള്ളൂ എന്നാണ്. കാരണം നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്.
ഏത് കാര്യത്തിനും നമ്മൾ എങ്ങനെ ആയാലും വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും ദൈവമേ എന്ന് വിളിക്കാതിരിക്കൂല. അപ്പൊ നമ്മളെ മനസ്സിനകത്തുള്ള മാലിന്യങ്ങൾ എന്താന്ന് വെച്ചാല് ഇത്തരം ചിന്തകൾ, അനാവശ്യ ചിന്തകൾ, അസൂയകള്, അഹങ്കാരം, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വെടിയുമ്പോൾ തീർച്ചയായും നമുക്ക് നല്ലൊരു ഒഴിഞ്ഞ മനസ്സുമായിട്ട് ദൈവത്തെ കുടിയിരുത്താനും നല്ല ചിന്തയിലേക്ക് നമുക്ക് പോവാനും പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മളെപ്പോഴും വിജയിക്കണം എന്ന് പറയുമ്പോൾ വിജയിക്കണം എന്ന് മാത്രമാണ് നമ്മളെല്ലാവരും, ഞാനടക്കം നിങ്ങളെല്ലാവരും ഒരിക്കലും പരാജയത്തെ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. നമ്മളെപ്പോഴും വിജയത്തെ മാത്രം ആണ് നമ്മൾ നേരിൽ കാണുന്നത്. വിജയിക്കുന്നവർ ആഹ്ലാദം പങ്കിടുമ്പോൾ പരാജയപ്പെടുമ്പോൾ അതിനത്ര ഒരു ക്ലാരിറ്റി പോരാത്ത അവസ്ഥയിലേക്ക്, നമ്മളല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുമെന്നുള്ളത്. അപ്പോ നമ്മൾ പരാജയത്തെ ഇഷ്ടപ്പെടുക, പരാജയത്തെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. പരാജയപ്പെടാത്ത ഒരാളും ഇന്ന് ഭൂമിയിൽ ലോകത്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടില്ല, ചരിത്രകാരന്മാരായിട്ടില്ല. ഏത് മഹാന്മാരിലേക്ക് പോകുമ്പോഴും നമ്മൾ പരാജയപ്പെട്ട് പലതും ചെയ്ത് പരാജയപ്പെട്ട് മുന്നോട്ട് വന്ന ആളുകളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. നമ്മള് ഒരു സന്തോഷമായി കാണുന്ന ആളുകളെ എത്ര തന്നെ നമ്മളെ മനസ്സിനകത്ത് സങ്കടമില്ല എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സ് ആകെ ഒരു വല്ലാത്തൊരു കലങ്ങിയ അവസ്ഥയിലായിരിക്കും. ഒരു വല്ലാത്തൊരു എന്താന്ന് പറയാ, അങ്ങനെ നമുക്ക് ആ ഒരു മനസ്സിനകത്തുള്ള ഒരു സങ്കടങ്ങളെ മറച്ചു വെച്ച് സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള പല ആളുകളും നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയൊക്കെ ഗണത്തിൽപ്പെടുന്ന ആള് തന്നെയാണ്. അത് വല്ലാത്തൊരു ആ ഒരു സങ്കടത്തെ ഹോൾഡിങ് ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഴിവായിട്ട് പല സമയങ്ങളും തോന്നാറുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് നല്ലൊരു അനുകൂലമായിട്ടും വരാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും തോൽക്കാൻ തയ്യാറാവാത്ത ആളുകൾക്ക് ഏറ്റവും ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. തോൽക്കുന്നവര് തോൽക്കാൻ തയ്യാറായ മാത്രമുള്ള ആളുകളാണ് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ പരിഹസിക്കുന്നവരെയും നമ്മളെ പരാജയപ്പെട്ടു എന്ന് കാണുന്ന ആളുകളെയൊക്കെ പരിഹാസത്തിന് പരിഹാസമായി വിടുക, പരാജയത്തെ പരാജയമായി കണ്ടതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നമ്മൾ അതിലേക്ക് വിടുമ്പോൾ നമ്മളെ മനസ്സിന് സ്വസ്ഥമായ നല്ല ഒരു ചിന്ത വരും. നല്ല ശാന്തമാക്കി തന്നെ നമ്മളെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ഇപ്പോ നമ്മുടെ ക്ലാസ്സിന്റെ മുന്നേ നമുക്കറിയാം ഒരു മെഡിറ്റേഷൻ ചെയ്യും. അത് ചെയ്യുമ്പോൾ നമ്മളോട് എല്ലാം വെടിഞ്ഞുകൊണ്ട് അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാനാണ് പറയുന്നത്. എന്നും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളെ മനസ്സിനകത്ത് വേറെ ചിന്തകളൊന്നുമില്ല. നമ്മൾ വെറും നമ്മളെ മനസ്സിനെ ഭയങ്കരമായിട്ട് വെറുതെ വിട്ടതിന് ശേഷം നമ്മൾ കൂളായിരുന്നുകൊണ്ട് സോറി, ഞങ്ങളെ കരിപ്പൂർ എയർപോർട്ടിന്റെ തൊട്ടടുത്താണുള്ളത്. പ്ലെയിൻ പോണത് കൊണ്ട് പറയുന്നു, കേൾക്കുന്നില്ല എന്നോട് പറയുന്നു. പോയി കഴിഞ്ഞു. ആ ഒരു നമുക്കൊരു ഏകാഗ്രത കിട്ടുക എന്നുള്ളത് പലപ്പോഴും സാധിക്കാതെ പോകുന്നതാണ്. കാരണം ഇത് തന്നെയാണ്, നമ്മുടെ മനസ്സിലെ ചിന്തകൾ ഇങ്ങനെ വെറുതെ പല പല ചിന്തകളിലൂടെ പോയിട്ട് നമുക്ക് ആ ഏകാഗ്രതയിലേക്ക് വരാൻ പറ്റുന്നില്ല. സത്യമായിട്ട് എനിക്കൊക്കെ ഇന്ന് സംഭവിച്ചത് അത് തന്നെയാണ്. കാരണം കുറെ ദിവസമായിട്ട് ഇങ്ങനെ പ്രാക്ടീസോ കാര്യങ്ങളില്ല. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ വേറെ എന്തൊക്കെയോ ചിന്തകൾ നമ്മളെ അലട്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇതിലേക്ക് എത്താൻ പറ്റണം എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനെ കൂളാക്കുക, അനാവശ്യ ചിന്തകൾ നമ്മളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ മാത്രമാണ് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രതയിലേക്ക് നമുക്ക് വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ പരാജയം, അതായത് ഒരു മനുഷ്യന് പരാജയം എന്ന കാര്യമില്ലെങ്കിൽ
അല്ലെങ്കിൽ അവരെപ്പോഴും കേൾക്കുന്നത് സന്തോഷം മറ്റു കാര്യങ്ങളാണ്, നല്ലത് മാത്രമാണ് അദ്ദേഹത്തെ തേടി വരുന്നതെങ്കിൽ എന്താന്ന് വെച്ചാല് ശരിക്കും ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ശരീരം ഒരു മരിച്ചതിന് തുല്യമായിട്ടാണ് കണക്കാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ അത് വേറെ ഒന്നും ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മള് പലപ്പോഴും നല്ലത് മാത്രം കേൾക്കണമെന്ന് ആലോചിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചീത്ത കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് ചീത്തമായിട്ട് വരും. ഇത്രയും കാലം ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇങ്ങനെയും കേൾക്കേണ്ടി വന്നല്ലോ എന്ന് അങ്ങനെയും കേൾക്കും. ആ കേൾക്കുന്നത് ചിലപ്പോ അതിൻ്റെ ഒരു കാരണങ്ങൾ എന്താണെന്ന് അറിയുമ്പോൾ അത് ആ ഒരു കാരണങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ആ കാര്യത്തെ ഒഴിവാക്കുക, എന്നിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മളെ വലിയൊരു പ്രശ്നം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ സമയമാണ്. നമ്മൾ സമയത്തെ പാഴാക്കുക എന്നുള്ളത്, നമ്മൾ എപ്പോഴും ഇങ്ങനെ സമയത്തെ പാഴാക്കും. നമുക്ക് ആകെ ഒരു ദിവസം 24 മണിക്കൂറാണ്. പക്ഷെ ഈ കഴിഞ്ഞു പോയ സമയമൊന്നും നമുക്ക് കിട്ടൂല എന്ന് അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമുക്കിതൊക്കെ അറിയാം, പക്ഷെ നമുക്ക് ആ സമയത്തിന് വേണ്ടത്ര വില നമ്മൾ ആരെങ്കിലും കൊടുക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. പലപ്പോഴും പല സമയങ്ങളിലും നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യാതെ പിന്നെ അതിനെ കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ, നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ശരിക്കും സമയത്തെ പാഴാക്കുകയല്ലേ? ആ ഒരു സമയത്തെ നേരാവണ്ണം പിടിക്കാതെ നമ്മൾ അനാവശ്യ ചിന്തകളിലേക്ക് വന്ന് പിന്നീട് മനസ്സിനെ വളരെയധികം മനസ്സിനെ രീതിയിലാക്കുന്ന രീതിയിൽ, മോശമാവുന്ന രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ സമയത്തെ എപ്പോഴും നമ്മൾ സമയത്തിന് മൂല്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോയെന്ന് ഞാനടക്കം നിങ്ങളെല്ലാവരും അത് ചിന്തിക്കുക. ഉണ്ട്, കൃത്യമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, കൃത്യമായിട്ട് നമ്മുടെ മോർണിംഗ് സൈക്കിളിൽ കയറുന്ന ആളുകൾ 5:30 മണിക്ക് കൃത്യമായിട്ട് നേരത്തെ വന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്തിന് അവർ പ്രാധാന്യം നൽകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഓരോ കാര്യത്തിനും ആ സമയം നഷ്ടപ്പെട്ട ഒരിക്കലും തിരിച്ചു വരില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ സമയത്തിന് വേണ്ടത്ര മൂല്യം നൽകാത്തത് എന്ന് ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ കൃത്യമായ ആ സമയത്തിന് വാല്യൂ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മളെ മനസ്സിൽ അലട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പലതിനും ശ്രമിക്കും, പല കാര്യങ്ങൾക്കും നമ്മൾ ശ്രമിക്കും, പക്ഷെ അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോ ചിലപ്പോ ഒരാള് നമ്മളെ സമീപിക്കുമ്പോൾ എനിക്ക് തന്നെ അത് ചെയ്തിട്ട്, കാരണം അവര് ചിലപ്പോ ആ കാര്യത്തിൽ കൂടുതൽ കഴിവുള്ള ആളായിരിക്കാം. അപ്പൊ അവര് പറയുന്നുണ്ടാവും എനിക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ടാണോ നിങ്ങൾക്ക് എന്ന് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ നിർത്തല്ല ചെയ്യേണ്ടത്. അതെനിക്ക് പറ്റും, കാരണം അവര് മുഴുവനായിട്ടും അതിന് പരിശ്രമം നടത്തിയിട്ടില്ല. അവര് പരിശ്രമം നടത്തി എന്നുള്ളത് നമ്മുടെ മുന്നിൽ കാണിക്കുകയാണ്. ഇപ്പോ അങ്ങനെ ആ ഒരു കാര്യം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. ലോകത്ത് ആരും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലതും നമ്മൾ ചെയ്ത് തന്നെ തീർക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് പരിശ്രമിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഞാനെന്നെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് അത്രയൊന്നും കഴിയില്ല, ഞാൻ എന്ത് വിഷയം എടുത്താൽ ഇവരെ മുന്നിൽ സംസാരിക്കുക എന്ന് ഞാൻ ചിന്തിച്ച് ഈ ഒരു സമയത്ത് നിന്ന് ഞാൻ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എനിക്കത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള കാര്യം പ്രയാസമായിരിക്കും. അപ്പോൾ എന്ത് തന്നെ ആയാലും ചിലപ്പോൾ കുറെ നമ്മൾ ഒരു ടച്ചില്ലാതെ നിൽക്കുമ്പോൾ, സംസാരിക്കാതിരിക്കുമ്പോൾ പറയുന്ന കാര്യത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ തരാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഒരാൾക്ക് തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയുന്ന 10 കാര്യങ്ങളിൽ ഒരു 10 സംസാരത്തിൽ നിന്ന് ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള എനിക്കൊരു ദൃഢനിശ്ചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. മാത്രമല്ല ഈ ഒരു വിഷയം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം എനിക്കും എൻ്റെ മനസ്സിന്റെ
സമാധാനം അല്ലെങ്കിൽ ശാന്തത നിലനിർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഞാനും ചില വിഷയങ്ങളിലേക്ക് കയറി വരുന്നത്. നിങ്ങളോട് പറയുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് മാത്രം പറയുന്നത് കാര്യമല്ല, അത് എനിക്കും കൂടി പ്രാവർത്തികമാക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് എന്നിൽ അധിഷ്ഠിതമായ വിഷയങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോ നമുക്ക് പല കഴിവുകൾ, നമ്മളെ ഈ കൂട്ടത്തിലിരിക്കും ഞാനടക്കം, നിങ്ങളുള്ള അടക്കമുള്ള ആളുകൾക്ക് പല കഴിവുകൾ ഉണ്ടാവും. ചിലപ്പോ നല്ല രീതിയിൽ പഠിക്കാനാവും, പാടാനാവും, പറയാനാവും, കൂടുതൽ പ്രസംഗിക്കാൻ, അങ്ങനെ പല കഴിവുകളുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലായാലും അങ്ങനെ. ഇപ്പോ നമ്മൾ ചില സമയം നമ്മൾ പറയും വേണ്ടത്ര പഠിക്കുന്നില്ല, വേണ്ടത്ര മാർക്ക് കിട്ടുന്നില്ല എന്ന്. ആ ഒരു സമയത്ത് നമ്മൾ അവരെ വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പോവാതെ വെറും ഒരു പഠനത്തിലേക്ക് മാത്രം നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരിക. മറ്റു കഴിവുകൾ അവരെ കണ്ടെത്തിയ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ ഒരു കാര്യത്തിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് നമുക്കും പറ്റും, എല്ലാവർക്കും പറ്റും. ഒരു മനുഷ്യന് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. നമ്മൾ നോർമലായിട്ട് കാണുന്ന, കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവന്ന് നമ്മളെ കഴിവുകളെ ഹൈഡ് ചെയ്തുകൊണ്ട് ആ മറ്റുള്ളവർ ചെയ്യുന്ന കഴിവിലേക്ക് നമ്മൾ എത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ മാറുക. എങ്ങനെ മാറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സമാധാനമുള്ള ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതിലേക്ക് നമ്മുടെ അഭിമാനം രക്ഷിക്കാൻ മാത്രം പരിശ്രമിച്ചു എന്നും, എന്നാൽ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവും എന്ത് പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. അതൊക്കെ ഞാനും നിങ്ങളടക്കമുള്ള ആളുകളൊക്കെ പലപ്പോഴും ഞാൻ കുറേ അധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. നമുക്കറിയാം നമ്മൾ കൃത്യമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെ മനസ്സിനോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടില്ല. അപ്പോൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു റിസൾട്ട് വരും എന്നുള്ളത് കൃത്യമായിട്ട് എൻ്റെ അനുഭവത്തിലൂടെ വന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എഫേർട്ടിന്റെ കാര്യം നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിന് സമാധാനം കൊണ്ടുവരാനുള്ള ഒരു 4 പോയിന്റ് എന്താന്ന് വെച്ചാൽ, പരാജയത്തെയും പരിഹാസങ്ങളെയും നമ്മൾ വെറുതെ വിടുക, സമയത്തെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ നമ്മുടെയുള്ള അനാവശ്യമായ മറ്റു കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നല്ല മനസ്സിനെ ചിന്തകൾ, മനസ്സിനകത്തുള്ള അനാവശ്യ കാര്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. എൻ്റെ പോരായിക എന്താണ്, അത് അനാവശ്യമുള്ളത് ഒഴിവാക്കി ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് അതിനെ കൂടുതൽ ഫലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതായിരിക്കാം, കാണുന്നതായിരിക്കാം, ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കാം. എങ്കിലും എല്ലാവർക്കും നല്ലൊരു മനസ്സമാധാനം കിട്ടുന്ന രീതിയിൽ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു ദിവസമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു സന്തോഷ ദിനം, മനസ്സിന് സമാധാനം തരുന്നൊരു ദിനം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും താങ്ക് യു. ഈ ഒരു സെക്ഷനിലേക്ക് എന്നെ ക്ഷണിച്ച വിബിൾ അക്കാദമിക്കും അതിൻ്റെ മുഴുവൻ ക്രൂ വർക്കേഴ്സിനും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Good morning, Srija. ഗുഡ് മോർണിംഗ്. Yes. നല്ലൊരു കുറെ നല്ല ചിന്തകള് നമുക്ക് തന്നു. ഒന്ന് ഓർത്തെടുക്കാനായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. പരാജയത്തെ നമ്മൾ എങ്ങനെ കാണണമെന്നുള്ളത്, അത് പരാജയമായിട്ട് മാത്രം കാണുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും എന്നാൽ അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. പിന്നെ ടൈമിന്റെ ശരിക്കും ടൈം എന്ന് പറയുന്നത് നമ്മളെങ്ങനെ എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂറേ ഉള്ളല്ലോ. അതിപ്പോ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ. തീർച്ചയായും നമ്മൾക്കത് നന്നായി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത്
നമ്മളെ നല്ല ഫലത്തിലേക്ക് കൊണ്ട് നമ്മൾ എത്തിക്കും. അതേ സമയത്ത് നമ്മളത് മോശമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെ അത് വെറുതെ വേസ്റ്റ് ആക്കി കളയുകയാണെങ്കിൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടുന്ന സാധനം അല്ല എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല എഫേർട്ട് ഇടുന്ന കാര്യം പറഞ്ഞു. ഏത് കാര്യത്തിനും നമ്മൾക്ക് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കാതെ യാതൊന്നും നടക്കത്തില്ലല്ലോ. സോ യു നീഡ് ടു പുട്ട് ആൻ എഫേർട്ട്. പിന്നെ നാലാമത്തെ കാര്യമായിട്ട് എന്തോ ആയിരുന്നു പറഞ്ഞേ? നാലാമത്തെ കാര്യം ഒരു കാര്യം കൂടി ഉണ്ടാവും. എനിക്ക് മൂന്ന് മ- കാര്യം മ- മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ ഓക്കെ. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാതിരിക്കാൻ നമ്മുടെ ശ്രമിക്കുക. ചിന്തകളെ മാത്രം നമ്മൾ വായിക്കുക. അതെ അതെ, എക്സാക്ട്ലി. ആൻഡ് പിന്നെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളെ വെക്കുക, അല്ലേ? അതെ അതെ അതെ. ഓവർ തിങ്കിങ്ങിലേക്ക് പോകാതെ നല്ല ചിന്തകളെ വെക്കുകയും മറ്റുള്ളവരെ വായിക്കാതിരിക്കുകയും. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ വായിക്കുമ്പോഴാണ് നമ്മൾ ഒന്നല്ല നമുക്ക് തോന്നുന്നത്. നമ്മളെ വായിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാതെ പോകുമ്പോഴാണ് അതെ. നമുക്ക് നമ്മളെ തിരുത്താനോ മുന്നോട്ട് പോവാനോ പറ്റാതെ നമ്മൾ വല്ലാതൊരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത്. അത് തന്നെയാണ് വലിയൊരു കാര്യം. തീർച്ചയായിട്ടും അങ്ങനെ കുറച്ച് നല്ല ചിന്തകൾ എല്ലാവർക്കും രാവിലെ വെതറി എല്ലാവരുടെയും മനസ്സിൽ. സോ വെരി ഗുഡ്. നല്ലൊരു എഫേർട്ട് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ് ടു യു. താങ്ക് യു മാം. ഇതിൽ പ്രത്യേക സംശയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്താൽ നമുക്ക് അതിൻ്റെതായ സമാധാനം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ഇതിലൊരു മെസ്സേജ് ഉള്ളൂ. അല്ലാതെ കുറെ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു 4 പോയിന്റിന് നമ്മൾ നമ്മളായിട്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അതെ അതെ, ആ 4 കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ നമ്മളൊന്ന് ഓർത്ത് വരുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ കോൺഷ്യസ് ആവുമ്പോൾ നമ്മുടെ ലൈഫിനെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ട്. താങ്ക് യു. മഴ എങ്ങനെയുണ്ട്? മഴ മഴയുണ്ട്. നല്ല ശക്തമായ മഴയായിരുന്നു. നിങ്ങൾക്ക് അലേർട്ട് ഉണ്ടോ? അലേർട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു 3 മണിയാകുമ്പോൾ അലേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. മഴ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ നിങ്ങളുടെ അടുത്തുള്ള ഏരിയയിലൊന്നും? ഏതാ? നിങ്ങളുടെ അടുത്തുള്ള ഏരിയയിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ? പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ മഴ നന്നായിട്ട് പോയി. നമ്മളിപ്പോ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ ബാക്കിലാണ് ഈ ഒരു എയർപോർട്ട് നിൽക്കുന്നത്, വീടിന്റെ. ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റൺവേ ഒക്കെ കൂട്ടുന്നത് ഞങ്ങളുടെയൊക്കെ തൊട്ടടുത്ത സ്ഥലം അക്വയർ ചെയ്തിട്ടാണ്. ഇതിന്റെ തൊട്ടടുത്ത് നമ്മൾ നിൽക്കുന്നത്. അപ്പം വേനൽ സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോ പ്രാദേശിക തലത്തിൽ എന്ന് പറഞ്ഞാല് അവിടെ നിന്ന് നിൽക്കുന്ന ആ വെള്ളമൊക്കെ കെട്ടി നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക്. അത് വേറെ ഒരു വലിയൊരു ഡേഞ്ചറിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ അവിടുത്തെ ആ എയർപോർട്ട് ഇപ്പോഴും ടേബിൾ ടോപ്പ് തന്നെയല്ലേ? ടേബിൾ ടോപ്പ് ഇപ്പം വലുതാക്കുക, റൺവേ ആണോ? വലുതാക്കുക. അവിടെയാണ്. ആക്സിഡന്റ് ഒക്കെ പറ്റിയായിരുന്നല്ലോ അതെ അതെ ടേബിൾ ടോപ്പിൽ. അതെ, നമ്മുടെ കുറച്ചുകൂടെ വലുതാക്കുന്നുണ്ടല്ലേ? വലുതാക്കുന്നുണ്ട്. നല്ല കാര്യം. സേഫ്റ്റിക്ക് വലുതാക്കുന്നുണ്ട്. കുറച്ചുകൂടെ പക്ഷെ നല്ലത്. നമ്മളെ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അവര് നേരാവണ്ണം അത് അക്വയറിങ് നടത്തിയിട്ടില്ല. ആ ആ ഒരു കുറച്ചൊക്കെ എടുത്ത് ചില വീടുകളൊക്കെ പകുതി എടുത്തു, പകുതി അവിടെ നിൽക്കുക. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ വികസനത്തിന് നമ്മൾ എതിരൊന്നല്ല, പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള ഒരു വികസനം ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വഴങ്ങല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. അതാ, പുരോഗമനം ഉണ്ടാകണമല്ലോ. ഈ സേഫ്റ്റിയും കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. അതെ അതെ, നമുക്ക് വികസനത്തിനൊപ്പം ജനങ്ങളുടെ പിന്നെ സേഫ്റ്റി ഉറപ്പാക്കണ്ടേ സർക്കാർ. അതെ. പിന്നെ വേറെന്താ? വേറെ കുറെ ആള് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. മാമനെ പിന്നെ അധികം സമയങ്ങളിൽ ഞാൻ കാണാറുണ്ട്. സാർ ഡോക്ടർ അവിടെ ഉണ്ട്. സാറ് എന്നെ അറിയാവോ? ഇല്ലില്ല, ഞാൻ ആദ്യമായിട്ടാണ്. നമ്മളൊക്കെ ഇതിന്റെ ഫൗണ്ടേഷൻ മുതലുള്ള ആളുകളാണ്. പക്ഷെ ദിവസം വരാറില്ല എന്ന് മാത്രം. നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു സെക്ഷനൊക്കെ ആരംഭിച്ചതായിരുന്നു, കുറച്ച് ആളുകളൊക്കെ വെച്ചുകൊണ്ട്. അപ്പോ ഇന്നത്തെ ഒരു 386 ദിവസത്തേക്ക് ഈ ഒരു
മോർണിംഗ് സെഷൻ ഈ ഒരു സർക്കിള് കൊണ്ടുപോകാൻ പറ്റി. അത് നിയന്ത്രിക്കുന്ന ആശയം വെച്ചു നിയന്ത്രിക്കുന്ന ഇപ്പോ സജിനെ കൃത്യമായിട്ട് അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഏറ്റവും നല്ല വലിയൊരു കാര്യമാണ് നമുക്ക് ഒരു കുറച്ച് സമയമാണെങ്കിൽ. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതില് ഈ മോർണിംഗ് സർക്കിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓർമ്മപ്പെടുത്തൽ. യെസ് യെസ്, അതെ അതെ അതാണ് ഓർമ്മപ്പെടുത്തലാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതെ 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 ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പം ആ ഓർമ്മപ്പെടുത്തലുകളാണ്. ആ ഓർമ്മപ്പെടുത്തൽ അപ്പം അത് നമ്മുടെ മനസ്സിലേക്ക് ആ ഓർമ്മപ്പെടുത്തലുകൾ വന്നാൽ നമ്മളത് റീവൈൻഡ് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തും. അതെ 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 ആ റീവൈൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ കറക്റ്റ് ചെയ്യും. അതെ അതെ അതുപോലെ തന്നെ ആദ്യത്തെ ഇതാണ് വരും. പരാജയം വരുമ്പോൾ നമ്മൾ ഡൗൺ ആവുകയല്ല വേണ്ടത്, മറിച്ച് വിജയത്തിന്റെ ചവിട്ടുപടിയായിട്ട് അതെ അതെ കരുതുകയാണ് വേണ്ടത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെ സർ. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഒരു നല്ല തുടക്കമാകും. വളരെ നല്ല സെഷനായിരുന്നു. താങ്ക് യു സർ. ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഓർമ്മപ്പെടുത്തൽ അതാണ് മോർണിംഗ് സർക്കിളിനെ മോർണിംഗ് സർക്കിളിനെ അതെ, വിംബിളിന്റെ വലിയൊരു ഹൈലൈറ്റ് പ്രോഗ്രാം തന്നെയാണ് ഇത്. കാരണം ഇത് കുറെ ആളുകൾക്ക് വല്ലാത്തൊരു മാറ്റ കൊടുക്കാൻ പറ്റിയത്. വിംബിളിന്റെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു സെക്ഷൻ. കാരണം നേരത്തെ നമ്മൾ മറ്റുള്ളവരെ മോർണിംഗ് സർക്കിളിലൊക്കെ ക്ലാസ്സുകൾ ചെയ്യാൻ പോയ സ്റ്റുഡൻസ് ആയിരുന്നു. ഞാനൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു സജിന, ഞാനൊക്കെ അങ്ങനെ ക്ലാസ്സുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനൊരു സാധനം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ അതിന് വേറൊരു സന്തോഷമാണല്ലോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് വരാൻ നിൽക്കാം. മറ്റുള്ളവരുടെ സമയം നോക്കേണ്ട, ഈ സമയം കൃത്യമായിട്ട് നമ്മൾ പാലിച്ചാൽ മതി. അപ്പോൾ അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തൽ എന്നൊരു കാര്യം മനുഷ്യൻ ചെയ്യാതെ പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറുക. ഞാനൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ കൂടെ ഓർമ്മപ്പെടുത്തണം എന്ന് എനിക്ക് വാശിയുള്ളത് കൊണ്ടും അല്ലെങ്കിൽ എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടും അത് തരിക എന്നുള്ളത് തന്നെയാണ്. ഓർമ്മപ്പെടുത്താതെ പോകുമ്പോൾ പലപ്പോഴും ഡൗൺ ആവാറുണ്ട്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ വിലയിരുത്തും, പക്ഷെ നമ്മൾ നമ്മളെ വിലയിരുത്തും. അതെ അതെ, അതാണ് അത് നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ. അതാ ഇപ്പോ ഞാനൊക്കെ പിന്നെ എൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞ SSLC പാസ് മാത്ര. പക്ഷെ എനിക്ക് നന്നായിട്ട് വായിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഇങ്ങനെ ക്ലാസ്സുകൾ ചെയ്യാൻ ഇഷ്ടമാണ്. ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കാൻ അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തതും ഇതിലേക്ക് വരാനും. പിന്നെ ഒരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അമ്മമാരെയും കുട്ടികളെയാണ്. അപ്പോൾ അവരെടുത്ത് ഇടപഴകുന്നതും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല പലപ്പോഴും ഒരു വിജയത്തിലേക്ക് എത്താൻ എനിക്ക് പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിന് തൊട്ട് മുന്നേ കുറച്ച് സമയം മാറി നിന്നിട്ടുണ്ടായിരുന്നു. ICT സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ഒരു എക്സാം PSCയുടെ ഞങ്ങൾക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസിൽ എഴുതാൻ പറ്റുന്ന ഒരു പ്രാവശ്യം എനിക്ക് എഴുതി ജയിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അവിടെ നിന്നില്ല. ഇപ്പൊ രണ്ടാമത് എഴുതി, ഇപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നു. ഞാൻ 21ാമത്തെ റാങ്കുകാരിയാണ്. അപ്പോ അതിലേക്ക് എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കേ ഉള്ളൂ. താങ്ക് യു. അപ്പോ ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് മറ്റുള്ളവരെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അത്ര വലിയൊരു പാഠം ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മളെ പഠിച്ച് പറയുന്ന അത്ര വേറൊരാളെ പഠിച്ച് പറയാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത് എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് അതന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയാറുള്ളൂ. ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാറുമില്ല. അപ്പോ എന്നാ പിന്നെന്താ, എല്ലാവർക്കും എന്നെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. സജിന വൈൻഡപ്പ് ചെയ്യാനായോ? ശ്രീജ മാം,
പറഞ്ഞ പോലെ തന്നെ നമ്മള് വിംബിൾ അക്കാദമിയുടെ തുടക്കത്തിലൊക്കെ ഈ മാമൊക്കെ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പിന്നെ മാം കുറച്ച് ബിസി ആയി പോയി. ഞാൻ അന്നൊക്കെ മാമിന് എപ്പോഴും കോൾ ചെയ്യാറുണ്ട്. മാമിന്റെ എക്സ്പീരിയൻസുകൾ കേൾക്കാനായിട്ട് നമുക്ക് ഒരുപാട് പാഠങ്ങൾ കിട്ടും. മാമൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. പിന്നെ മാം കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി. അപ്പൊ കണക്ഷനൊക്കെ കുറച്ച് കുറഞ്ഞു. എന്നാലും ഓർമ്മയിലുണ്ട് എപ്പോഴും. കണക്ഷനൊന്നും നമ്മൾ വിട്ടിട്ടില്ല, നമ്മൾ എപ്പോഴും സംസാരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ എപ്പോഴും ഈ ഒരു ഇതിനൊക്കെ നമ്മൾ എപ്പോഴും കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇന്നലെ എന്റെ സ്റ്റാറ്റസ് കണ്ട് എന്റെ CDPO വരെ, സാർ ഇതിനകത്ത് ജോയിൻ ചെയ്തോ എനിക്കറിയില്ല, സാർ വരെ നമ്മളെ വിംബിൾ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കണക്ഷനൊന്നും വിടാൻ പറ്റൂല, കണക്ഷനൊന്നും വിടില്ല. ഗ്രൂപ്പില് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ ആ ഉണ്ട്, സാറ്? ഗ്രൂപ്പില് സാറ് ഇനിയിപ്പോ രാവിലെയൊക്കെ ഒരുപാട് തിരക്കുണ്ടാവുക. റെക്കോർഡ് കാണുമായിരിക്കും. ഗുഡ് മോർണിംഗ് ഞാൻ മാം. ഗുഡ് പിന്നെ മോർണിംഗ്. അംഗനവാടിയിലൊക്കെ അംഗനവാടിയില് ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അംഗൻവാടിയിലെ അംഗനവാടിയിലൊക്കെ പോയി ക്ലാസ് ഹെൽത്ത് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. സാറ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? ഞാൻ ESI കുറച്ചാൾ ഹെൽത്തിലുണ്ടായിരുന്നു, പിന്നെ കുറച്ചാൾ ESIയിലുണ്ടായിരുന്നു. നമ്മളെ ESIയിൽ ഗ്രൂപ്പുമായിട്ട് ഭയങ്കര കണക്ഷൻ ആണല്ലോ. നമ്മുടെ ഒരു ഭാഗം ഹെൽത്തിന്റെ സർവീസ് ഉണ്ടല്ലോ. ഹെൽത്തിലിരിക്കുന്ന സമയത്ത് ഈ വോളണ്ടറി ഓർഗനൈസേഷനുകളിലൊക്കെ ഹെൽത്ത് ക്ലാസ് എടുക്കുമായിരുന്നു. അത് ESIയിലായപ്പോഴും അത് തുടർന്നു. ഇപ്പോഴ് അതിനകത്ത് ഏറ്റവും വലിയൊരു ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ആർക്കാണ് കൂടുതൽ പ്രതിഫലം കൊടുക്കേണ്ടത് എന്ന്. അതെല്ലാരും പറയുന്നത് സാർ, അത് കുറവുള്ള ആളുകളാണ് ഞങ്ങള്. അംഗനവാടിയിലെ ചില നമ്മുടെ ജീവിതത്തിലെ ബാലപാഠങ്ങൾ എടുക്കുന്നവർക്ക്, പറഞ്ഞിരുന്നവർക്ക്, അവർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ശരിക്കും ആ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും അതൊന്നും ഒരിക്കലും വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഈ കുട്ടിക്കാലം. നമ്മള് ഒരു കുട്ടിയെ ഭാവിയിൽ അവൻ എന്താവണം എന്നുള്ളത്, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മാവ്, ഒരു മൈദമാവ് എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് പല രീതിയിൽ ആക്കിയെടുക്കാലോ. ഈ കുട്ടിയെ നല്ലതാക്കാം, ചീത്തയാക്കാം. ഇതിന്റെയൊക്കെ ബേസിക് കൊടുക്കുന്നത് അംഗൻവാടിയാണ്. പക്ഷെ ഞങ്ങളുടെ പ്രതിഫലമൊക്കെ വളരെ കുറവാണ്. ഇപ്പം കുറച്ചൊക്കെ കൂടി, ഇപ്പം 15 രൂപയുടെ അടുത്തൊക്കെ എത്തി, നിരന്തര സമരവും മറ്റൊക്കെ ആയിട്ട്. പക്ഷെ ഞാനൊക്കെ സാർ അതിനെ വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യണത്. ഞാൻ ആ ഒരു പ്രതിഫലത്തെ മാത്രമല്ല കാണുന്നത്. ഏത് ജോലിയായാലും അത് എൻജോയ് ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രൊഫഷൻ എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ നല്ലൊരു മനുഷ്യനാവും. നമ്മുടെ മനസ്സിന് ശരിക്കും സന്തോഷം ഉണ്ടാവുള്ളൂ, സംതൃപ്തി ഉണ്ടാകും. അതിന് എൻജോയ് ചെയ്തിട്ടാണ്. അത് പ്രതിഫലത്തെ മാത്രം ഞാൻ കാണാറില്ല. ഞാൻ കൃത്യമായിട്ട് അതിനെ, കാരണം നമുക്ക് നല്ലൊരു വേദിയാണ്, നമുക്ക് പാടാനും ആടാനും കളിക്കാനും പറയാനും. നമ്മൾ ഇപ്പോഴും കുട്ടികളായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. ആ ഒരു കുട്ടിത്വത്തിലേക്ക് തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ചെയ്യുന്ന രീതിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു വേദിയാണത്. അങ്ങനെ അതിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് അത് ഈസിയാണ്, അതിന് പ്രയാസം തോന്നില്ല എന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു PSCക്ക് എഴുതിയെടുക്കുക, കാരണം അത്രയും ബുദ്ധിമുട്ടായിട്ട് അറിയാം ഈ ജോലിന്റെ ഒരു പ്രയാസം. ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മൾ അതൊക്കെ പറ്റും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഞാൻ തന്നെ തരുന്ന വലിയൊരു കാര്യം. അപ്പോ സമയം കുറെ ആയോ? നമ്മൾ അതിന്റെ സാറിനെ കോണ്ടാക്ട് ചെയ്യാം.
സാർ എന്തോ പറയാൻ ആ പോയിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞു പറഞ്ഞു. നല്ല സെഷൻ ഓണാക്കുന്നുണ്ടായിരുന്നു. ആയിരുന്നു. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ആ സജന മാം പറഞ്ഞ പോലെ മോർണിംഗ് സർക്കിളിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു ശ്രീജ മാം, പിന്നെ ഇടയ്ക്ക് കാണാതെയായി. എപ്പോഴും വരുമായിരുന്നു. ആ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോവും വരുന്നൊക്കെ. അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഒന്ന് വന്നാല് അല്ല, എല്ലാവർക്കും ഉണ്ടാവും, തിരക്കുകൾ എല്ലാവർക്കും ഉണ്ടാവും. അതിന്റെ ഇടയിൽ തന്നെയാണല്ലോ എല്ലാവരും ചെയ്തത്. അതെ. ഞങ്ങള് ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് ഈ വൈഫ് ക്യാരിയിങ് തുടങ്ങിയ മുതലേ ഈ അംഗനവാടി ടീച്ചറും അതുപോലെ ഉം, വർക്കറും അവര് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഉം, ഉം, ഉം. കുട്ടികൾക്ക് ഒരു 5 വയസ്സൊക്കെ ആകുന്നത് വരെ തന്നെ അതെ, 5 വയസ്സല്ല, 3 മുതൽ 6 വയസ്സ് വരെയാണ് നമ്മുടെ ഒരു സമയം. ായിട്ട് ഇപ്പൊ നമ്മളെ ചെറിയ മോനാണെങ്കിലും ഇപ്പൊ അംഗനവാടിയിൽ തന്നെ പോണേ. ഞങ്ങള് ഉം. ഡേ സ്കൂളിലാക്കണോ അതോ അംഗനവാടിയിലാക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നപ്പോ പിന്നെ വിചാരിച്ചു അംഗനവാടിയിൽ തന്നെ പോട്ടെ വിചാരിച്ചപ്പോ അംഗൻവാടിയിൽ വിട്ടിട്ട് നമുക്ക് എന്തൊക്കെ അവിടെ കൊടുക്കാലോ, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ആണെങ്കിൽ നല്ല ഫുഡൊക്കെ കിട്ടും, വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ഫുഡ്. നല്ല ഫുഡാണ് ഇപ്പൊ, നല്ല മെനു ആണ്. ഓരോ ദിവസം ഓരോ ഭക്ഷണമാണ്. അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കണം, അതാണ് വേണ്ടത്. കൊടുക്കുന്നുണ്ട്, അവര് കഴിക്കും. പിന്നെ ആ ഒരു ഇടയ്ക്കൊരു ഒരാഴ്ച ലീവ് വന്നില്ല, അതെന്തായിരുന്നു, മഴയായിട്ടാണോ? മഴയായിട്ട് ഇതിന്റെ ഇടയ്ക്ക് വന്നത് എന്താ വെച്ചാൽ വേനലില് നല്ല ചൂടായത് കാരണം. ഇനിയിപ്പോ ചൂടായത് കാരണം ആ സമയത്ത് അവര് ഫുഡ് വീട്ടിലേക്ക് കൊണ്ടു തരും ചെയ്തു. വീട്ടിലേക്ക് കൊടുത്തു വിടും. കാരണം അതാണ് നമുക്ക് ഈ അംഗൻവാടികൾക്ക് പിന്നെ അവധി തരാത്തത്. കാരണം നമുക്ക് അവിടെ ഭക്ഷണം ഉള്ളതുകൊണ്ട് ഇത്രയും സമയത്തിന് സൂക്ഷിക്കുന്നില്ല. അത് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അംഗൻവാടികൾക്ക് അവധി ഇല്ലാത്തത്. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. ഇനിയും വരിക നല്ല നല്ല സജനാമയം പറഞ്ഞ പോലെ നല്ല നല്ല എക്സ്പീരിയൻസുകളൊക്കെ ആയിട്ട്. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? അതെ അതെ. അപ്പൊ ശ്രീജയുടെ പ്രയത്നങ്ങൾക്കൊക്കെ നല്ല പ്രതിഫലം ഉണ്ടാവട്ടെ. ഓക്കെ, നല്ല നല്ല മക്കളെ വീണ്ടും വീണ്ടും വാർത്തെടുക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും നേരുന്നു. ഓക്കെ, താങ്ക് യു മാം. യെസ്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ? ആയിക്കോട്ടെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു.